മഴ തോരും മുമ്പേലാണെങ്കിൽ അലീനയെ വിവാഹം കഴിക്കുമെന്ന മുന്നറിയിപ്പ് വൈജയന്തിക്ക് നൽകുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയൂട്ടോ. വൈജയന്തിയാണെങ്കിൽ നമ്മുടെ അലീനയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒരുപാട് മോശം വാക്കുകൾ പറയുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ആ വൃത്തികെട്ടവൾ, ആ ചതിയെത്തി, അവൾ എന്തിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവളൊരു ചതിയെത്തിയാണ്, എൻ്റെ ജീവിതം തകർത്തവളാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനു ആണെങ്കിൽ വൈജയോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആൻറ്റിയുടെ ജീവിതം എങ്ങനെ അലീന തകർത്തു എന്നാണ് ആൻറ്റി പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ വൈജയന്തിയാണെങ്കിൽ മനുവിനോട് പറയുന്നുണ്ട്, എനിക്കറിയാം നീയൊക്കെ അവളുടെ സൈഡേ പറയുള്ളൂ എന്ന്. അല്ലേലും നിനക്ക് നിൻ്റെ വീട്ടുകാരേക്കാളും എന്നെക്കാളും എൻ്റെ മക്കളെക്കാളും നിൻ്റെ സഹോദരങ്ങളെക്കാളും ഒക്കെ വലുത് ഇപ്പോൾ അലീനയാണല്ലോ. അവൾ നിനക്കും കൈവശം തന്നിരിക്കുകയാണല്ലോ എന്ന് പറയുന്നത് കാണാം. എൻ്റെ ആൻറ്റി, സത്യമൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിയാൽ കാര്യം എല്ലാവർക്കും മനസ്സിലാകും. എനിക്ക് അലീനയെ ഇഷ്ടമാണ്, അത് സത്യം തന്നെയാണ്. എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹവുമുണ്ട്. അത് നടക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയം വൈജയന്തിയും ഞെട്ടുന്നത് കാണാൻ സാധിക്കും. ആദ്യം നമ്മുടെ കമലയും ശിവനൊക്കെ ആയിരുന്നു ഞെട്ടിയിരുന്നതെങ്കിൽ ഇപ്പോഴതാ വൈജയന്തി അടുത്തും നമ്മുടെ മനു ആ സത്യം പറയുമ്പോൾ വൈജയന്തിയും ഞെട്ടുന്നുണ്ട്. ഇതേ സമയം അതെനിക്കറിയാടാ, നീ അല്ലേലും അവൾക്ക് വേണ്ടിയേ നിലകൊള്ളുകയുള്ളൂ എന്ന് എനിക്ക് മുൻപേ തോന്നിയിട്ടുള്ളതാണ്, മുൻപേ മനസ്സിലായിട്ടുള്ളതാണ് എന്ന് വൈജയന്തി പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ മനു ചെറുപുഞ്ചിരിയോടെ പറയുന്നുണ്ട്, ആൻറ്റിയുടെ നിയമങ്ങളെയൊന്നും മറികടക്കാനോ തെറ്റിക്കാനോ അത് തിരുത്താനോ ഒന്നും എന്നെ കൊണ്ട് സാധിക്കില്ല ആൻറ്റി. ഞാൻ ആൻറ്റിയോട് തല്ല് പിടിക്കാനൊന്നുമില്ല. ആൻറ്റിക്ക് പറ്റുമെങ്കിൽ ഇവരുടെ കൂടെ തിരികെ ആൻറ്റിയുടെ വീട്ടിലേക്ക്, കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോകാൻ നോക്കുക എന്ന് പറയുന്നു. അത് കേട്ടാൽ നമ്മുടെ വൈജ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പോകില്ല. പോകണമെങ്കിൽ തീർച്ചയായിട്ടും അലീന എന്ന ദുർഭൂതം എൻ്റെ വീട്ടിൽ നിന്നും പോകണം. കൂടാതെ ബാലചന്ദ്രൻ എന്നെ വന്ന് വിളിക്കണമെന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇങ്ങനെയിരിക്കെ അലീനയാണെങ്കിൽ ഇവിടെ ഇത്രയും വലിയ ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കെ മുത്തശ്ശിയുടെ അടുത്ത്, സാവിത്രി അമ്മായിയുടെ അടുത്ത്, സാവിത്രി അമ്മൂമ്മയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, അതായത് മുത്തശ്ശി ഒരു കാര്യം അറിഞ്ഞോ? ഇപ്പം രോഹിത്തും പവിതയൊക്കെ എൻ്റെ സൈഡിലാണ് എന്ന് പറയുന്നു. ഞാൻ അവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി എന്നും പറയുന്നു. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അതല്ലേലും എനിക്കറിയാം, നിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ അവർ സ്വമേധയാ കീഴടങ്ങുമെന്ന്. അതിലെനിക്ക് യാതൊരു അതിശയമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അത് കേട്ടതും അതെ, ഞാൻ അവരെ സ്നേഹിച്ചു, അവരെന്നെ തിരിച്ചും സ്നേഹിച്ചു എന്ന് പറയുന്നത് കാണാൻ സാധിക്കൂട്ടോ. ഇതേ സമയം എന്തായാലും നന്നായി മോളെ എന്ന് പറയുന്നു. അപ്പോഴേക്കും ശിവനും കമലയൊക്കെ വരുന്നുണ്ട്. അവരെ കണ്ടതും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഇതേ സമയം കമലയ്ക്ക് അലീന കൊല്ലപ്പള്ളി വീട്ടിൽ കയറിയതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണെങ്കിൽ നമ്മുടെ മനു പറയുന്നുണ്ട്, അമ്മയുടെ ഇഷ്ടമൊന്നും ഇവിടെ ആരും ഇപ്പം ശ്രദ്ധിക്കുകയൊന്നും വേണ്ട എന്ന് പറയുന്നു. ഇവരെല്ലാവരും വന്നത് ആൻറ്റിയെ കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനു തുടങ്ങി വയ്ക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, അതെ അങ്കിളെ, ആൻറ്റിയെ അതായത് അമ്മയെ കൊണ്ടുപോകാനാണ് വന്നത്. അങ്കിളൊന്ന് നിർബന്ധിപ്പിക്കണം, അമ്മയെ ഞങ്ങളുടെ കൂടെ വിടണം എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രേക്ഷകരെ, കൂട്ടുകാരെ.